श्रीवासादि गौरभक्तवृन्दा। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। ओम नमो भगवते वासुदेवाय, ओम नमो भगवते वासुदेवाय, ओम नमो भगवते वासुदेवाय। निगमकल्पतरोर्गलितं फलं सुखमुखात् अमृतद्रवसंयुतं पिबता भागवतं रसमालयं मुहुरहो रसिका भुवि भावुका। नारायणं नमस्कृत्यं नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत्। नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवती उत्तमश्लोके भक्तिर्भवति नैष्ठिकीम्। कृष्णाय वासुदेवाय देवकीनन्दनाय च नन्दगोपकुमाराय ഗോവിന്ദായ നമോ നമഃ. ഹരേ കൃഷ്ണ. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ശ്രീമദ് ഭാഗവതം കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് നമ്മൾ ഒന്നാമത്തെ സ്കന്ധം 1ഉം 2ഉം അധ്യായങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. ഒന്നാമത്തെ അധ്യായത്തിൽ പ്രധാനമായിട്ട് നമ്മൾ കണ്ടിട്ടുള്ളത് നൈമിഷാരണ്യത്തിൽ ഒത്തുകൂടിയിട്ടുള്ള ആയിരക്കണക്കിന് മഹർഷിമാർ കലിയുഗത്തിന്റെ ആരംഭത്തിൽ കലിയുഗത്തിലെ ജനങ്ങൾ ബുദ്ധിമുട്ട് അനുഭവിക്കാൻ പോവുകയാണ്, അതിനെന്താണ് പരിഹാരം എന്ന് അന്വേഷിച്ചുകൊണ്ട് ഒത്തുകൂടിയിട്ടുള്ള ആയിരക്കണക്കിന് മഹർഷിമാർ, അവരുടെ നേതാവായിട്ട് ശൗനക മഹർഷി, ആ ശൗനക മഹർഷിയുടെ നേതൃത്വത്തിൽ സുതഗോസ്വാമിയോട് ഭഗവാനെ കുറിച്ചുള്ള വ്യത്യസ്തമായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നതാണ് നമ്മൾ ഒന്നാമത്തെ അധ്യായത്തിൽ കണ്ടിട്ടുണ്ടായിരുന്നത്. ആ ഒന്നാമത്തെ അധ്യായത്തിന്റെ പേര് തന്നെ ഋഷിമാരുടെ അന്വേഷണങ്ങൾ എന്നുള്ളതാണ്. ആ അധ്യായത്തിൽ പ്രധാനമായിട്ടും 6 ചോദ്യങ്ങൾ ശൗനക മഹർഷി സുതഗോസ്വാമിയോട് ചോദിച്ചത് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. ഒന്നാമത്തെ ചോദ്യം, ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ ചോദ്യങ്ങൾ ഏതൊക്കെയായിരുന്നു എന്നുള്ള കാര്യങ്ങൾ? ഹരേ കൃഷ്ണ പ്രഭുജി. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അറിഞ്ഞിരിക്കേണ്ട ശ്രേയസ് എന്താണെന്നായിരുന്നു ഒന്നാമത്തെ ചോദ്യം. 2, എല്ലാ വേദങ്ങളുടെ സാരം എന്താണ്? 3, ഭഗവാൻ ശ്രീകൃഷ്ണൻ ദേവകി വാസുദേവരുടെ പുത്രനായി ജനിച്ചതിൻ്റെ ഉദ്ദേശം എന്താണ്? 4, ഭഗവാന്റെ വ്യത്യസ്ത അവതാരങ്ങളിൽ വീരസാഹസിക കൃത്യങ്ങൾ എന്താണ്? 5, ഭഗവാന്റെ മംഗളകരമായ ലീലകളെപ്പറ്റി പറയുന്നു. 6, ഭഗവാന്റെ തിരോധാനത്തിന് ശേഷം എങ്ങനെയാണ് തിരോധാനത്തിന് ശേഷം ധാർമ്മിക തത്വങ്ങൾ ആരെയാണ് ഏൽപ്പിച്ചത്? ഒന്നാമത്തെ ചോദ്യം, ഒരു വ്യക്തിയുടെ പരമശ്രേയസ്കരമായിട്ടുള്ള പ്രവൃത്തി എന്താണ്? ഒരു വ്യക്തിയുടെ ഏറ്റവും മംഗളകരമായിട്ടുള്ള കർമ്മം എന്താണ്? പരമമായിട്ടുള്ള ധർമ്മം എന്താണ് എന്നാണ് ചോദിച്ചിരുന്നത്. അപ്പം ഈ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം 2ാമത്തെ അധ്യായത്തിൽ സുതഗോസ്വാമി പറയാൻ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. 2ാമത്തെ അധ്യായത്തിൽ നമ്മൾ കണ്ടത് ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം സുതഗോസ്വാമി പറയാൻ ആരംഭിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം, ഒന്നാമത്തെയും 2ാമത്തെയും ചോദ്യത്തിന്റെ ഉത്തരം ഒരുമിച്ചാണ് സുതഗോസ്വാമി നൽകുന്നത്. ഒന്നാമത്തെ ചോദ്യം, ഒരു ജീവാത്മാവിന്റെ ഏറ്റവും ശ്രേയസ്കരമായിട്ടുള്ള പ്രവൃത്തി എന്താണ്? ഏറ്റവും മംഗളകരമായിട്ടുള്ള പ്രവൃത്തി എന്താണ്? അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ പരമമായിട്ടുള്ള ധർമ്മം എന്താണ് എന്നാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ പരമധർമ്മത്തിനെ കുറിച്ച് സുതഗോസ്വാമി പറഞ്ഞു കൊടുത്തു. സവൈ പുംസാം പരോധർമ്മ യഥോ ഭക്തിർ അധോക്ഷചേ അഹൈതുകി അപ്രതിഹതാം യയാത്മാ സുപ്രസീദതി എന്ന് പറഞ്ഞു. ഒരു ജീവാത്മാവ്. എത്രാമത്തെ ശ്ലോകമാണ് ഗുരുജി? ശ്ലോകം
യെസ് 1.2.6. 1.2.6 1-ലെ ഒന്നാമത്തെ സ്കന്ധത്തില് രണ്ടാമത്തെ അധ്യായം അധ്യായത്തിൽ ആറാമത്തെ ശ്ലോകം. 6-ാമത്തെ ശ്ലോകം. Yes. ഏതവാൻ സംഖ്യ യോഗ്യാഭ്യാം സുധർമ്മ പരിദിഷ്ടയ, അതാണോ? ജന്മലാഭ പരപുംസ അന്തേ നാരായണ സ്മൃതി, അതല്ല അല്ലെ? ഒന്നാം സ്കന്ധത്തിൽ രണ്ടാം അധ്യായത്തിൽ ആറാമത്തെ ശ്ലോകം. സവൈ പുംസോ പരോ ധർമ്മോ യഥോ ഭക്തി അപ്രതിഹത യയാത്മാ സുപ്രസീദ. അപ്പോൾ ഒന്നാമത്തെ സ്കന്ധത്തിൽ രണ്ടാമത്തെ അധ്യായത്തിൽ 6 മുതലുള്ള സവൈ പുംസ പരോ ധർമ്മ യഥോ ഭക്തി രോക്ഷച. അപ്പോൾ 6 മുതലുള്ള ശ്ലോകങ്ങളിൽ ഒന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരമാണ് പറയുന്നത്. നമുക്ക് 15-ാമത്തെ ശ്ലോകം വരെ അതിന്റെ ഉത്തരം പറയുന്നു. ഭഗവാൻ ശ്രീകൃഷ്ണന് ഭക്തി ചെയ്യുക, ഭഗവാൻ ശ്രീകൃഷ്ണന് വേണ്ടി ഭക്തി ചെയ്യുക, അതാണ് ഒരു വ്യക്തിയുടെ, ഒരു ജീവാത്മാവിന്റെ പരമമായിട്ടുള്ള ധർമ്മം എന്നുള്ള കാര്യം സുധ ഗോസ്വാമി പറഞ്ഞു കൊടുത്തു. പിന്നീട് എങ്ങനെയാണ് ഭക്തി ചെയ്യേണ്ടത്, ആ ഭക്തിയിലുള്ള പടികൾ എന്തൊക്കെയാണ്, അതെല്ലാം രണ്ടാമത്തെ അധ്യായത്തിൽ 16 മുതൽ 22 വരെയുള്ള ശ്ലോകങ്ങളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു വ്യക്തി തുടർച്ചയായിട്ട് ഭക്തി ചെയ്യുന്നതിന് വേണ്ടി ആദ്യമായിട്ട് ഭഗവാനെ കുറിച്ച് കേൾക്കണം. തസ്മാത് ഏകേന മനസ ഭഗവാൻ സത്വതാൻ പതി ശ്രോതവ്യ കീർത്തിതവ്യശ്ച ധ്യേയ പൂജ്യശ്ച നിത്യത. 14-ാമത്തെ ശ്ലോകത്തിൽ രണ്ടാമത്തെ അധ്യായത്തിൽ 14-ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എന്ത് ചെയ്യണം? നമ്മൾ ഏകാഗ്രമായിട്ടുള്ള മനസ്സോടുകൂടി ഭഗവാൻ ശ്രീകൃഷ്ണനെ കുറിച്ച് കേൾക്കണം. ശ്രോതവ്യ കീർത്തിതവ്യശ്ച ധ്യേയ പൂജ്യശ്ച നിത്യത. ഭഗവാൻ ശ്രീകൃഷ്ണനെ കുറിച്ച് കേൾക്കണം, പിന്നീട് ഭഗവാൻ ശ്രീകൃഷ്ണനെ കുറിച്ച് കീർത്തിക്കണം, ഭഗവാൻ ശ്രീകൃഷ്ണനെ സ്മരിക്കണം, ഭഗവാനെ ആരാധിക്കണം. ഇങ്ങനെ നമ്മൾ ദിവസം തുടർന്നു പോരണം എന്നാണ് നിർദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന്റെ ആദ്യപടിയും പറഞ്ഞു. ചിലപ്പോൾ നമ്മൾക്ക് ഭഗവാനെ കുറിച്ച് കേൾക്കാനുള്ള താല്പര്യം, അഭിരുചി, കൃഷ്ണ കഥാരുചി ആദ്യം തന്നെ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അതിനുവേണ്ടി എന്ത് ചെയ്യണം എന്നും സുധ ഗോസ്വാമി പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനുള്ള മാർഗമാണ് ച്യാൻ മഹത് സേവയാ വിപ്ര എന്ന് പറഞ്ഞിട്ടുള്ള 16-ാമത്തെ ശ്ലോകം. മഹത്തുക്കളെ സേവിക്കണം, ഉന്നതരായിട്ടുള്ള ഭക്തന്മാരെ നമ്മൾ സേവിക്കണം. അങ്ങനെയാണ് നമുക്ക് കൃഷ്ണനെ കുറിച്ച് കേൾക്കാനുള്ള താല്പര്യം ജനിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾക്ക് മറ്റുള്ളവരെ കുറിച്ച് കേൾക്കാനായിരിക്കും താല്പര്യം ഉണ്ടാവുക എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നീട് ആ ഭക്തിയിലുള്ള പുരോഗതിയെക്കുറിച്ച് പറഞ്ഞു. ആ ഭക്തിയിൽ പുരോഗമിക്കുന്നതിനനുസരിച്ച് നമ്മുടെ ഹൃദയത്തിലുള്ള എല്ലാ അഭദ്രങ്ങളും ഇല്ലാതാകും എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശൃണ്ണതാം സുഗതാ കൃഷ്ണ പുണ്യശ്രവണ കീർത്തന ഹൃദയന്തസ്തോഹി അഭദ്രാണി വിധുനോതി സുഹൃത്സത. 17-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് ഭഗവാനെ കുറിച്ച് തുടർച്ചയായിട്ട് കേൾക്കുന്നതോടുകൂടി നമ്മുടെ ഹൃദയത്തിലുള്ള അഭദ്രങ്ങളെല്ലാം ഇല്ലാതായിട്ട് മാറും, നമ്മുടെ മനസ്സ് ശുദ്ധമായിട്ട് മാറും. അതിനുള്ള പ്രക്രിയയും സുധ ഗോസ്വാമി പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. എന്താണ്? നഷ്ടപ്രായേഷു അഭദ്രേഷു നിത്യം ഭാഗവത സേവയ. ദിവസം നമ്മൾ ഭാഗവതം ശ്രവിക്കണം എന്നാണ് പറഞ്ഞു തന്നിട്ടുള്ളത്. നിത്യം ഭാഗവത സേവയ ഭഗവതി ഉത്തമ ശ്ലോകെ ഭക്തിർഭവതി നൈഷ്ഠിക്കും. നമുക്ക് ഉറച്ച ഭക്തി ഉണ്ടാകും. ദിവസവും ഭാഗവതം ശ്രവിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് ഉറച്ച ഭക്തി ഉണ്ടാകും എന്നുള്ള കാര്യം പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. യെസ്. അപ്പോൾ ഇത് രണ്ടാമത്തെ അധ്യായത്തിൽ 16 മുതൽ 22 വരെയുള്ള ശ്ലോകങ്ങൾ. എല്ലാ വേദങ്ങളുടെയും സാരം എന്താണ്, അതേപോലെ ഒരു വ്യക്തിയുടെ മംഗളമായിട്ടുള്ള പ്രവൃത്തി എന്താണ്, പരമമായിട്ടുള്ള ധർമ്മം എന്താണ് എന്നുള്ളതിന്റെ ഉത്തരങ്ങളാണ്.
നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പൊ അതിനുശേഷം ഭഗവാൻ ശ്രീകൃഷ്ണനെ തന്നെയാണ് ആരാധിക്കേണ്ടത് എന്നുള്ള കാര്യം വ്യക്തമായിട്ട് അടുത്ത ശ്ലോകങ്ങളിൽ 23 മുതൽ 29 വരെയുള്ള ശ്ലോകങ്ങളിൽ പറയുന്നുണ്ട്. മറ്റ് ദേവരൂപങ്ങളെയല്ല, ഭഗവാൻ ശ്രീകൃഷ്ണനെ തന്നെയാണ് ആരാധിക്കേണ്ടത് എന്ന് വ്യക്തമായിട്ട് പിന്നീടുള്ള 29 വരെയുള്ള ശ്ലോകങ്ങളിൽ പറയുന്നുണ്ട്. അത് നമ്മൾ കണ്ടു. അതേപോലെ 28 മുതൽ 29 വരെയുള്ള ശ്ലോകങ്ങളിൽ വേദങ്ങളുടെ സാരം എന്താണ് എന്ന് വീണ്ടും എടുത്തു പറയുന്നുണ്ട്. വാസുദേവ പരാവേദ, വാസുദേവ പരാമഖ, വാസുദേവ പരായോഗ, വാസുദേവ പരാക്രിയ, വാസുദേവ പരജ്ഞാനം, വാസുദേവ പരാം തപ, വാസുദേവ പരോധർമ്മോ, വാസുദേവ പരാഗതി. ഭഗവാൻ വാസുദേവനെ തന്നെയാണ് നമ്മൾ അറിയേണ്ടത്. ഭഗവാൻ വാസുദേവനെ പ്രാപിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ തപസ് അനുഷ്ഠിക്കേണ്ടത്, യജ്ഞങ്ങൾ അനുഷ്ഠിക്കേണ്ടത്, യോഗ ചെയ്യേണ്ടത്, നമ്മുടെ എല്ലാ കർമ്മങ്ങളും ചെയ്യേണ്ടത് ഭഗവാൻ വാസുദേവനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ഭഗവാൻ വാസുദേവന് വേണ്ടി ചെയ്യുന്ന ഭക്തിയാണ് ഒരു വ്യക്തിയുടെ പരമമായിട്ടുള്ള ധർമ്മം. വാസുദേവ പരോധർമ്മോ, വാസുദേവ പരാഗതി. ഭഗവാൻ വാസുദേവനിലേക്ക് എത്തിച്ചേരുന്നതാണ് പരമമായിട്ടുള്ള ഗതി എന്നുള്ള കാര്യം 28-29 ശ്ലോകങ്ങളിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതിനുശേഷം മൂന്നാമത്തെ ചോദ്യം. ഇത് രണ്ടും ഇതുവരെ പറഞ്ഞിട്ടുള്ളത് ഒന്നാമത്തെയും രണ്ടാമത്തെയും ചോദ്യത്തിന്റെ ഉത്തരമാണ്. എന്താണ് ഒരു ജീവാത്മാവിന്റെ ഏറ്റവും പരമമംഗളമായിട്ടുള്ള പ്രവൃത്തി, അതേപോലെ വേദങ്ങളുടെ സാരം എന്താണ്? അതിന്റെ രണ്ടിന്റെയും ഉത്തരം ഒന്ന് തന്നെയാണ്. എന്താണ്? ഭഗവാൻ ശ്രീകൃഷ്ണനോടുള്ള ഭക്തി. അതാണ് എല്ലാ വേദങ്ങളുടെയും സാരം. അത് തന്നെയാണ് ഒരു ജീവാത്മാവിന്റെ പരമമായിട്ടുള്ള ധർമ്മം. ഭഗവാൻ ശ്രീകൃഷ്ണനോടുള്ള ഭക്തി ചെയ്യുക എന്നുള്ളതാണ് പരമമായിട്ടുള്ള ധർമ്മവും. വേദങ്ങളിലെല്ലാം പറയുന്നത്, വേദങ്ങളുടെ സാരവും അത് തന്നെയാണ്. ഭഗവാന്റെ ഭക്തിയിലേക്ക് എത്തിച്ചേരുക. അല്ലാത്ത കർമ്മമെല്ലാം സമയം പാഴാക്കൽ മാത്രമാണ് എന്ന് ശ്രമ ഏവഹി കേവലം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ആദ്യത്തെ രണ്ട് ചോദ്യങ്ങൾക്കാണ് ഇതുവരെയുള്ള രണ്ടാമത്തെ അധ്യായത്തിൽ 29-ാമത്തെ ശ്ലോകത്തിൽ വരെ പറഞ്ഞിട്ടുള്ളത്. പിന്നീടുള്ള ശ്ലോകങ്ങൾ 30 മുതൽ 34 വരെയുള്ള ശ്ലോകങ്ങളിൽ 33 വരെയുള്ള ശ്ലോകങ്ങളിൽ ഭഗവാന്റെ വ്യത്യസ്തമായിട്ടുള്ള അവതാരങ്ങളെക്കുറിച്ചും ആ അവതാരങ്ങളുടെ കർമ്മങ്ങളെക്കുറിച്ചും ചോദിച്ചിട്ടുണ്ടായിരുന്നു. മൂന്നാമത്തെ ചോദ്യമായിട്ട് ഭഗവാന്റെ വ്യത്യസ്ത അവതാരങ്ങളും അവരുടെ വീരസാഹസിക പ്രവർത്തനങ്ങളെക്കുറിച്ചും ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആ ചോദ്യത്തിന്റെ ഉത്തരമാണ് 30 മുതൽ 33 വരെയുള്ള ശ്ലോകങ്ങളിൽ വ്യത്യസ്ത പുരുഷാവതാരങ്ങളെക്കുറിച്ച് സൂചിപ്പിക്കുന്നത്. സുധഗോസ്വാമി വ്യത്യസ്ത പുരുഷാവതാരങ്ങളെക്കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. 30-ാമത്തെ ശ്ലോകത്തിൽ മഹാവിഷ്ണുവിനെ കുറിച്ചും കാരണോദകശായ വിഷ്ണുവിനെ കുറിച്ചും, 31-ാമത്തെ ശ്ലോകത്തിൽ ഗർഭോദകശായ വിഷ്ണുവിനെ കുറിച്ചും, 32-ാമത്തെ ശ്ലോകത്തിൽ ക്ഷീരോദകശായ വിഷ്ണുവിനെ കുറിച്ചും പറയുന്നുണ്ട്. പിന്നീട് അവസാനത്തെ ശ്ലോകം 34-ാമത്തെ ശ്ലോകം മൂന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരമാണ്. മൂന്നാമത്തെ ചോദ്യം എന്തായിരുന്നു? ദേവകി വാസുദേവന്മാരുടെ പുത്രനായി ജനിച്ചതിന്റെ ഉദ്ദേശം എന്താണ്? യെസ്, ഭഗവാൻ ശ്രീകൃഷ്ണൻ ദേവകിക്കും വസുദേവനും പുത്രനായിട്ട് ജനിച്ചതിന്റെ മുഖ്യ ഉദ്ദേശം എന്താണ് എന്നാണ് മൂന്നാമത്തെ ചോദ്യം. അതിന്റെ ഉത്തരമാണ് 34-ാമത്തെ ശ്ലോകത്തിൽ 2-ാമത്തെ അധ്യായത്തിൽ നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത്. ഭാവയുക്തേഷ സത്വേന ലോകാൻ വൈ ലോകഭാവന ലീലാവതാര അനുരതോ ദേവതിര്യ നരാദിഷു. ഭാവയുക്തേഷ സത്വേന, ഭഗവാന്റെ ഭക്തന്മാരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഭഗവാൻ പ്രത്യേകിച്ച് അവതരിച്ചത് എന്നാണ് പറയുന്നത്. ഭാവാർത്ഥത്തിൽ ശീലപ്രഭാതർ അത് വിശദീകരിക്കുന്നുണ്ട്. ഈ ഭൗതിക ലോകത്ത് ദുരിതങ്ങൾ അനുഭവിക്കുന്ന ജീവാത്മാക്കളെ തിരിച്ച് ഭഗവാനിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ അവതരിച്ചത് എന്നവിടെ ശീലപ്രഭാതർ വിശദീകരിക്കുന്നത്. അപ്പൊ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ അവതാര ഉദ്ദേശം, മുഖ്യ അവതാര ഉദ്ദേശം ഈ ഭൗതിക ലോകത്തു നിന്നും ജീവാത്മാക്കളെ ഭഗവാന്റെ ധാമത്തിലേക്ക്, ഭഗവാന്റെ ലോകത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോവുക എന്നുള്ളതാണ്. അതാണ് ഭഗവാന്റെ മുഖ്യ ഉദ്ദേശം. ഭഗവാൻ ശ്രീകൃഷ്ണനായിട്ട്
ദേവകി വസുദേവന്മാർക്ക് അവതരിച്ചതിന്റെ മുഖ്യ ഉദ്ദേശം അതാണെന്ന് പറയുകയാണ് അവസാനത്തെ ശ്ലോകത്തിൽ. അങ്ങനെയാണ് കഴിഞ്ഞ അധ്യായം അവസാനിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒന്നാമത്തെ അധ്യായത്തിൽ 6 ചോദ്യങ്ങൾ നമ്മൾ കണ്ടു. രണ്ടാമത്തെ അധ്യായത്തിൽ 3 ചോദ്യങ്ങൾക്ക് ഉത്തരം, 4 ചോദ്യങ്ങൾക്ക് ഉത്തരം നമ്മൾ കണ്ടു. ഭാഗികമായിട്ടുള്ള ഉത്തരമാണ്. അതിന്റെ വിശദീകരണമാണ് ഇനിയുള്ള അധ്യായങ്ങളിൽ നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പൊ ആദ്യത്തെ 1-2 ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞു. പരമമായിട്ടുള്ള ധർമ്മം, അതേപോലെ വേദങ്ങളുടെ സാരം രണ്ടും ഭഗവാൻ ശ്രീകൃഷ്ണനോടുള്ള ഭക്തിയാണ്. അതേപോലെ ഭഗവാന്റെ വ്യത്യസ്ത പുരുഷാവതാരങ്ങളെ കുറിച്ച് സൂചിപ്പിച്ചു. കാരണോദകശായി വിഷ്ണു, ഗർഭോദകശായി വിഷ്ണു, ക്ഷീരോദകശായി വിഷ്ണു, ഇവരാണ് ഭഗവാന്റെ പുരുഷാവതാരങ്ങൾ. അതേപോലെ അവസാനത്തെ ശ്ലോകത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ അവതാര ഉദ്ദേശം, ഭൗതിക ലോകത്ത് കഷ്ടപ്പെടുന്ന, ഭൗതിക ലോകത്ത് ദുരിതങ്ങൾ അനുഭവിക്കുന്ന ജീവാത്മാക്കളെ തിരിച്ചു കൊണ്ടുപോവുക എന്നുള്ളതാണ് ഭഗവാൻ ശ്രീകൃഷ്ണന്റെ അവതാര ഉദ്ദേശം എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ നോക്കുന്നത് 3-ാമത്തെ അധ്യായമാണ്. 3-ാമത്തെ അധ്യായത്തിന്റെ പേര് കൃഷ്ണൻ സർവ്വ അവതാരങ്ങളുടെയും സ്രോതസ് എന്നാണ് 3-ാമത്തെ അധ്യായത്തിന്റെ പേര്. ഇതിൽ നമ്മൾക്ക് പ്രധാനമായിട്ടും കാണാൻ സാധിക്കുന്നത് ഭഗവാന്റെ വ്യത്യസ്തമായിട്ടുള്ള അവതാരങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്, ഭഗവാന്റെ വിരാട് രൂപത്തിനെ കുറിച്ച് പറയുന്നുണ്ട്, അതേപോലെ എങ്ങനെയാണ് നമ്മൾ ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കേണ്ടത് എന്നുള്ള കാര്യം പറയുന്നുണ്ട്. അവസാന ഭാഗത്ത് ശ്രീമദ് ഭാഗവതത്തിന്റെ മഹാത്മ്യവും പറയുന്നുണ്ട്. അങ്ങനെ 44 ശ്ലോകങ്ങളാണ് ഈ അധ്യായത്തിലുള്ളത്. ഭഗവാൻ ശ്രീകൃഷ്ണൻ സർവ്വ അവതാരങ്ങളുടെയും സ്രോതസ് എന്നാണ് 3-ാമത്തെ അധ്യായം. 44 ശ്ലോകങ്ങളാണുള്ളത്. അതിൽ ശ്ലോകങ്ങൾ നമ്മൾക്ക് വേണമെങ്കിൽ സ്പ്ലിറ്റപ്പ് ചെയ്ത് പറയാം, വേർതിരിച്ച് പറയാം. ഓരോ ശ്ലോകങ്ങളും ഓരോ ഭാഗത്തും എന്താണ് പറയുന്നത് നമുക്ക് നോട്ട് ചെയ്ത് വെക്കാൻ സാധിക്കും. 1 മുതൽ 5 വരെയുള്ള ശ്ലോകങ്ങൾ ഭഗവാന്റെ പുരുഷാവതാരങ്ങളെ കുറിച്ചാണ് പറയുന്നത്. 1 മുതൽ 5 വരെയുള്ള ശ്ലോകങ്ങളിൽ ഭഗവാന്റെ പുരുഷാവതാരങ്ങളെ കുറിച്ചും 6 മുതൽ 29 വരെയുള്ള ശ്ലോകങ്ങളിൽ ഭഗവാന്റെ വ്യത്യസ്ത അവതാരങ്ങളെ കുറിച്ച്, ഭഗവാന്റെ 22 അവതാരങ്ങളെക്കുറിച്ചും അവരുടെ കർമ്മങ്ങളെക്കുറിച്ചുമാണ് 6 മുതൽ 29 വരെയുള്ള ശ്ലോകങ്ങളിൽ പറയുന്നത്. 6 മുതൽ 29 വരെയുള്ള ശ്ലോകങ്ങളിൽ ഭഗവാന്റെ വ്യത്യസ്ത അവതാരങ്ങൾ, 22 അവതാരങ്ങളെക്കുറിച്ചും അവരുടെ കർമ്മങ്ങളെക്കുറിച്ചുമാണ് പറയുന്നത്. 30 മുതൽ 34 വരെയുള്ള ശ്ലോകങ്ങളിൽ ഭഗവാന്റെ വിരാട് രൂപത്തിനെ കുറിച്ചാണ് വിശദീകരിക്കുന്നത്. 30 മുതൽ 34 വരെയുള്ള ശ്ലോകങ്ങളിൽ ഭഗവാന്റെ വിരാട് രൂപത്തിനെ കുറിച്ച് പറയുന്നു. 35 മുതൽ 39 വരെയുള്ള ശ്ലോകങ്ങളിൽ എങ്ങനെയാണ് ഭഗവാനെ മനസ്സിലാക്കേണ്ടത്, അതിനുള്ള പദ്ധതി എന്താണ് എന്ന് വിശദീകരിക്കുകയാണ്. 35 മുതൽ 39 വരെയുള്ള ശ്ലോകങ്ങളിൽ അവസാന ഭാഗത്ത് 40 മുതൽ 44 വരെയുള്ള ശ്ലോകങ്ങളിൽ ശ്രീമദ് ഭാഗവതത്തിന്റെ മഹാത്മ്യമാണ് പറയുന്നത്. 40 മുതൽ 44 വരെയുള്ള ശ്ലോകങ്ങളിൽ ശ്രീമദ് ഭാഗവതത്തിന്റെ മഹാത്മ്യം പറയുന്നു. ഇത്രയാണ് ഈ ഒരു അധ്യായത്തിലുള്ള ഭാഗങ്ങൾ നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പൊ അതില് 6 മുതൽ 29 വരെയുള്ള ഭാഗത്ത് ഭഗവാന്റെ വ്യത്യസ്ത അവതാരങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. ആ അവതാരങ്ങളെ കുറിച്ച് പറയുന്നതിന്റെ കൂട്ടത്തിൽ 28-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്നെയാണ് പരമപുരുഷൻ, എല്ലാ അവതാരങ്ങളുടെയും ഉറവിടമായിട്ടുള്ളത് കൃഷ്ണസ്തു ഭഗവാൻ സ്വയം. 28-ാമത്തെ ശ്ലോകം 1.3.28 നമുക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. യഥേചാംശകലപുംസ കൃഷ്ണസ്തു ഭഗവാൻ സ്വയം ഇന്ദ്രാരി വ്യാകുലം ലോകം ഹൃദയന്തി യുഗേ യുഗേ എന്നവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഭഗവാൻ ശ്രീകൃഷ്ണൻ ഒരു അവതാരമല്ല, ഈ അവതാരങ്ങളുടെയൊക്കെ ഉറവിടമാണ് കൃഷ്ണസ്തു ഭഗവാൻ സ്വയം. സ്വയം ഭഗവാൻ ഇങ്ങോട്ട് വന്നതാണ്, അവതാരമായിട്ട് വന്നതല്ല. ഭഗവാൻ ശ്രീകൃഷ്ണൻ സ്വയം ഇങ്ങോട്ട് വന്നിട്ടുള്ളതാണ് കൃഷ്ണൻ എന്ന് പറയുന്നത്, ഭഗവാൻ ശ്രീകൃഷ്ണൻ എന്ന് പറയുന്നത്.
ഭഗവാൻ ശ്രീകൃഷ്ണനാണ് എല്ലാ അവതാരങ്ങളുടെയും ഉറവിടം എന്നതാണ് ഈ അധ്യായത്തിന്റെ ഹെഡിങ് നമുക്ക് കാണാൻ സാധിക്കുന്നത്, ഈ അദ്ദേഹത്തിന്റെ പേര് കാണാൻ സാധിക്കുന്നത്. അത് പറയുന്നത് 28-ാമത്തെ ശ്ലോകത്തിലാണ്. ഏതേജാംശകല പുംസ കൃഷ്ണസ്തു ഭഗവാൻ സ്വയം. നമ്മൾ സാധാരണഗതിയിൽ പറയാറുണ്ട്, വിഷ്ണുവിന്റെ അവതാരമല്ലേ കൃഷ്ണൻ, വിഷ്ണുവിന്റെ അവതാരമല്ലേ കൃഷ്ണൻ എന്ന് നമ്മൾ പറയാറുണ്ട്. അപ്പൊ ഭാഗവതത്തിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഭഗവാൻ ശ്രീകൃഷ്ണനാണ് എല്ലാറ്റിന്റെയും ഉറവിടം എന്നുള്ള കാര്യം ഭാഗവതത്തിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ശ്ലോകം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കണം. ഏതാണ് ശ്ലോകം? അധ്യായം 3 ശ്ലോകം 28. ഏതേച്ചാം സകല പുംസ കൃഷ്ണസ്തു ഭഗവൻ. അധ്യായം 3 ശ്ലോകം 28. 28-ാമത്തെ ശ്ലോകം. ഏതേജാംശകല പുംസ കൃഷ്ണസ്തു ഭഗവാൻ സ്വയം ഇന്ദ്രാരി വ്യാകുലം ലോകം ഹൃദയന്തി യുഗേ. 22 അവതാരങ്ങളെ കുറിച്ച് പറഞ്ഞതിന് ശേഷം പറയാണ്, ഭഗവാൻ ശ്രീകൃഷ്ണനാണ് ഈ അവതാരങ്ങളുടെയൊക്കെ ഉറവിടം. അദ്ദേഹം ഒരു അവതാരമല്ല. ഹൃദയന്തി യുഗേ യുഗേ എന്ന് പറയുന്നുണ്ട്. അത് മാത്രമല്ല, ഭഗവാൻ എത്ര അവതാരങ്ങളാണ് ഉള്ളത് എന്നും ഈ അധ്യായത്തിൽ പറയുന്നുണ്ട്. 27-ാമത്തെ ശ്ലോകം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും. ഭാഗവതത്തിൽ ഇവിടെ 22 അവതാരങ്ങളെ കുറിച്ചാണ് എടുത്തു പറയുന്നത്. ഭഗവാന്റെ വ്യത്യസ്ത അവതാരങ്ങളെ കുറിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് വിവരിച്ചതിന് ശേഷം ഭഗവാൻ എത്ര അവതാരമുണ്ട് എന്നുള്ള കാര്യം എടുത്തു പറയുന്നുണ്ട് എന്ന് നമ്മൾക്ക് കാണാൻ സാധിക്കും. 26-ാമത്തെ ശ്ലോകത്തിൽ ഭാഗവതം അനുസരിച്ച് ഭഗവാൻ എത്ര അവതാരമാണുള്ളത്? 22 അല്ലേ? എത്ര അവതാരമാണുള്ളത്? അനേകം അസംഖ്യം അവതാരങ്ങൾ. കടലിലെ തിരമാലകളെ. അപ്പൊ ഭാഗവതം പഠിച്ച വ്യക്തികൾ ഒരിക്കലും ഭഗവാന് 10 അവതാരമേ ഉള്ളൂ അല്ലെങ്കിൽ ഭഗവാൻ 22 അവതാരമേ ഉള്ളൂ എന്ന് പറയരുത്. സുധഗോസ്വാമി 22 അവതാരങ്ങളെ കുറിച്ച് പറഞ്ഞതിന് ശേഷം എന്താണ് പറയുന്നത്? ഈ ലിസ്റ്റ് പൂർണ്ണമല്ല, ഭഗവാന്റെ എല്ലാ അവതാരങ്ങളെ കുറിച്ചും പറഞ്ഞിട്ടില്ല എന്നാണ് സുധഗോസ്വാമി പറയുന്നത്. അവതാരാഹി അസംഖ്യേയ ഹരേ സത്വനിധേർദിച്ച യഥാ വിദാസിന കുല്യ സരസസ്യു സഹസ്രശ. അവതാരാഹി അസംഖ്യേയ, അവതാരങ്ങൾക്ക് എണ്ണമില്ല എന്നാണ് പറയുന്നത്. ഭഗവാൻ എത്ര അവതാരമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭാഗവതത്തിൽ പറയുന്നത് ഭഗവാന്റെ അവതാരത്തിന് എണ്ണമില്ല എന്നാണ് പറയുന്നത്. ഏതുപോലെ ഒരു വലിയ തടാകത്തിൽ നിന്ന് എത്ര ചെറിയ ചെറിയ നീരുറവകളാണ് വരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എണ്ണാൻ സാധിക്കില്ല. അതേപോലെ ഒരു സമുദ്രത്തിൽ എത്ര തിരയാണുള്ളത്, തിരമാലകളാണുള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് പറയാൻ സാധിക്കില്ല. തിരമാലകൾ അങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെയാണ് ഭഗവാന്റെ അവതാരങ്ങളും എന്നാണ് ഭാഗവതത്തിൽ പറയുന്നത്. അപ്പൊ ഭാഗവതം പഠിച്ചവർ ഭഗവാന് എത്ര അവതാരമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയേണ്ടത് എത്ര അവതാരമാണെന്നാണ്? അനേക അവതാരം. ഭഗവാന്റെ അവതാരത്തിന് എണ്ണമില്ല. അവതാരാഹി അസംഖ്യേയം എന്നാണ് ഭാഗവതത്തിൽ പറയുന്നത്. ബ്രഹ്മസംഹിതയിലും ഇതേ കാര്യം പറയുന്നുണ്ട്. രാമാദിമൂർത്തിഷു കലാനിയമേന തിഷ്ഠൻ നാനാവതാരമകരോത് ഭുവനേഷു കിന്തു എന്നാണ് ബ്രഹ്മസംഹിതയിൽ പറയുന്നത്. നാനാവതാരം, ഭഗവാന്റെ നാമത്തിനെ പോലെ തന്നെ ഭഗവാന്റെ അവതാരങ്ങളും അനന്തമാണ് എന്നാണ് പറയുന്നത്. അപ്പം ഈ കാര്യങ്ങളൊക്കെ ബേസിക് ആയിട്ടുള്ള ഭഗവാനെ കുറിച്ചുള്ള കാര്യങ്ങളാണ്. ഭഗവാൻ ശ്രീകൃഷ്ണനാണ് പരമപുരുഷൻ എന്ന് ഭാഗവതത്തിൽ പറയുന്നുണ്ട്. 28-ാമത്തെ ശ്ലോകത്തിൽ ഏതേജാംശകല പുംസ കൃഷ്ണസ്തു ഭഗവാൻ സ്വയം ഇന്ദ്രാരി വ്യാകുലം ലോകം ഹൃദയന്തി യുഗേ എന്ന് പറയുന്നുണ്ട്. അതേപോലെ ഭഗവാന്റെ അവതാരങ്ങളുടെ എണ്ണം അസംഖ്യമാണ് എന്ന് ഭാഗവതത്തിൽ പറയുന്നുണ്ട്. നമ്മൾ എത്രയും സപ്താഹങ്ങളൊക്കെ കേട്ടിട്ടും ഇത് വ്യക്തമായിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നില്ല. ഇപ്പൊ ഭാഗവതം വ്യക്തമായിട്ട് നമ്മൾ കേട്ടിട്ടില്ല എന്നാണ് അതിന്റെ അർത്ഥം. ശീലപ്രഭാതൻ നമുക്ക് വിശദമായിട്ട് ഇവിടെ പറഞ്ഞു തരുന്നു. ഈ അധ്യായം നമ്മൾക്ക് നോക്കാം. 3-ാമത്തെ അധ്യായം
44 ശ്ലോകങ്ങളാണ് ഉള്ളത് എന്ന് പറഞ്ഞു. അതിൽ ആദ്യത്തെ 5 ശ്ലോകങ്ങൾ ഭഗവാന്റെ പുരുഷാവതാരങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ഓരോ ശ്ലോകങ്ങൾ നമുക്ക് നോക്കാം. ഒന്നാമത്തെ ശ്ലോകം ചൂത ഉവാച ജഗൃഹേ പൗരുഷം രൂപം ഭഗവാൻ മഹദാദിഭി സംഭൂതം ഷോഡശകലം ആദൗ ശ്ലോകാസൃക്ഷയാ. ഒന്നാമത്തെ അധ്യായത്തിൽ ഭൗതിക ലോകത്തിന്റെ ഉറവിടമായിട്ടുള്ള ഭൗതിക ലോകത്തിന്റെ ഘടകങ്ങളൊക്കെ സൃഷ്ടിച്ച ആദ്യ പുരുഷാവതാരത്തിനെ കുറിച്ചാണ് ആദ്യത്തെ ശ്ലോകത്തിൽ പറയുന്നത്. ആദ്യ പുരുഷാവതാരം ആരാണ്? മഹാവിഷ്ണുവാണ്, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന കാരണ ഉദകശായി വിഷ്ണു. കാരണ ഉദകശായി വിഷ്ണുവാണ് ആദ്യത്തെ പുരുഷാവതാരം. അപ്പൊ ഒന്നാമത്തെ ശ്ലോകത്തിൽ സൂചിപ്പിക്കുന്നത് ആദ്യ പുരുഷാവതാരമായിട്ടുള്ള മഹാവിഷ്ണുവിനെയാണ്, അല്ലെങ്കിൽ കാരണോദകശായി വിഷ്ണുവിനെയാണ് എന്ന് പറയുന്നു. കാരണം എന്താണ്? സംഭൂതം ഷോഡശകലം ആദോ ലോക ശുശ്രൂഷയ. സൃഷ്ടിയുടെ ആരംഭത്തിൽ 16 ഘടകങ്ങളെ സൃഷ്ടിച്ച 16 ഭൗതിക ഘടകങ്ങളെ സൃഷ്ടിച്ച ആ വിഷ്ണുവിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ആ 16 ഘടകങ്ങൾ എവിടെയാണ് ഇരിക്കുന്നത്? മഹത്തത്വത്തിലാണ് ഇരിക്കുന്നത്. ഈ ഭൗതിക ലോകത്തിന്റെ മുഴുവൻ വസ്തുക്കൾ അടങ്ങിയ സ്ഥലത്തിനെയാണ് മഹത്തത്വം എന്ന് പറയുന്നത്. ആ മഹത്തത്വം എവിടെ നിന്നാണ് വന്നിട്ടുള്ളത്? മഹാവിഷ്ണുവിന്റെ ശരീരത്തിൽ നിന്നാണ് വന്നിട്ടുള്ളത്. അതിൽ 16 പ്രധാനപ്പെട്ട ഘടകങ്ങളുണ്ട് എന്നാണ് പറയുന്നത്. ചില സ്ഥലത്ത് സാങ്കേയോഗത്തിൽ 24 ഘടകങ്ങളായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. 16 ഘടകങ്ങൾ എന്ന് പറയുന്നത് ആ 24നെ ഉൾക്കൊള്ളുന്നത് തന്നെയാണ്. ചുരുക്കി പറഞ്ഞിട്ടുള്ളതാണ് 16 ഘടകങ്ങൾ എന്ന്. അതാണ് ഇവിടെ 16നെയാണ് ഷോഡശകല എന്നാണ് ഇവിടെ പറയുന്നത്. ഷോഡശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 16 ഇത് ഷോഡശകാം നാം കലികന്മഷണം കേട്ടിട്ടുണ്ട്. 16 വാക്കുകളാണ് നമ്മൾ ജപിക്കുന്ന മഹാമന്ത്രത്തിലുള്ളത്. അതുകൊണ്ട് അതിനെ ഷോഡശ മന്ത്രം എന്നും പറയുന്നുണ്ട്. 16 വാക്കുകളുള്ള മന്ത്രം. ഇവിടെ 16 കലകൾ, 16 വസ്തുക്കളെ സൃഷ്ടിച്ച ആദ്യത്തെ വിഷ്ണു. ജഗൃഹേ പൗരുഷം രൂപം ഭഗവാൻ മഹദാദിപി, മഹാവിഷ്ണു. ആ 16 ഘടകങ്ങളൊക്കെയാണെന്ന് ഭാവത്തിൽ ശീലപ്രഭാതർ പറയുന്നുണ്ട്. പഞ്ചഭൂതങ്ങൾ, അതേപോലെ 16 ഇന്ദ്രിയങ്ങൾ. ഇതാണ് 16 ഘടകങ്ങൾ, മഹത്തത്വത്തിലെ പ്രധാന ഘടകങ്ങൾ. പഞ്ചഭൂതങ്ങൾ ഏതൊക്കെയാണെന്ന് നമ്മൾക്കറിയാം. ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം തുടങ്ങിയിട്ടുള്ള പഞ്ചഭൂതങ്ങൾ. 11 ഇന്ദ്രിയങ്ങൾ ഏതൊക്കെയാണെന്ന് നമ്മൾക്കറിയാം. 5 കർമ്മേന്ദ്രിയങ്ങൾ, 5 ജ്ഞാനേന്ദ്രിയങ്ങളും മനസ്സും. 11 11ഉം 5ഉം 16. ഈ 16 ഘടകങ്ങൾ സൃഷ്ടിച്ച മഹാവിഷ്ണുവിനെ കുറിച്ചാണ് ആദ്യത്തെ ശ്ലോകത്തിൽ പറയുന്നത്. രണ്ടാമത്തെ ശ്ലോകം ഗർഭോദകശായ വിഷ്ണുവിനെ കുറിച്ചാണ് പറയുന്നത്. യസ്യംഭസി യശയാനസ്യ യോഗനിദ്രാം വിതന്നത നാഭീഹൃതാംബുജദാസി ബ്രഹ്മ വിശ്വസൃജാം പതി. ഭഗവാൻ മഹാവിഷ്ണുവിന്റെ ശരീരത്തിൽ നിന്ന് കൊടാനുകോടി പ്രപഞ്ചങ്ങൾ ഉണ്ടായി എന്നാണ് പറയുന്നത്. ബ്രഹ്മസംഹിതയിൽ നമ്മൾ വായിച്ചിട്ടുണ്ട്, അല്ലെ? യക്കാരണാർണവജലേ ഭജതിസ്മയോഗ നിദ്രാം അനന്ത ജഗദണ്ഡ സരോമകൂപ ആധാരശക്തിം അവലംബ്യ പരാം സുമൂർത്തിം ഗോവിന്ദമാദിപുരുഷം തമഹം ഭജ. ഭഗവാൻ മഹാവിഷ്ണുവിന്റെ രോമകൂപത്തിൽ നിന്നും കൊടാനുകോടി പ്രപഞ്ചങ്ങൾ ഉണ്ടായി വന്നു. പക്ഷെ ആ പ്രപഞ്ചത്തിനൊന്നും സ്വന്തമായിട്ട് പ്രവർത്തിക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ആ പ്രപഞ്ചത്തിനകത്തൊക്കെ ഇരുട്ടായിരുന്നു, ശൂന്യതയായിരുന്നു. അപ്പോൾ ആ പ്രപഞ്ചത്തിനകത്ത് പ്രകാശം നിറയ്ക്കുന്നതിനും ആ പ്രപഞ്ചത്തിനെ പ്രവർത്തിപ്പിക്കുന്നതിനും വേണ്ടി ഓരോ പ്രപഞ്ചത്തിനകത്തും ഭഗവാൻ പ്രവേശിച്ചു എന്നാണ് ഇവിടെ പറയുന്നത്. രണ്ടാം ശ്ലോകത്തിൽ പറയുന്നത് യസ്യാംബസി ശയാനസ്യ യോഗനിദ്രാം വിതന്നത നാഭീഹൃതാംബുജദാസി ബ്രഹ്മ വിശ്വസൃജാമ്പതി. ആ വിഷ്ണുവിന്റെ നാഭിയിൽ നിന്നാണ് താമരപ്പൂ ഉദ്ഭവിച്ചതും ആ താമരപ്പൂവിന്റെ അറ്റത്താണ് ബ്രഹ്മ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളതും എന്നുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഓരോ പ്രപഞ്ചത്തിനും അകത്ത് പ്രവേശിച്ച് തന്റെ ശരീരത്തിൽ നിന്നും
ഫലം കൊണ്ട് ആ പ്രപഞ്ചത്തിനെ പകുതി വരെ നിറച്ചു ഭഗവാൻ. എന്നിട്ട് ആ ജലത്തിൽ ശയിച്ചു. അതിനുശേഷം ഭഗവാന്റെ നാഭിയിൽ നിന്നും താമരപ്പൂ ഉയർന്നു വന്നു. ആ താമരപ്പൂവിന്റെ അറ്റത്താണ് സൃഷ്ടിക്കപ്പെട്ടത്. ആ വിഷ്ണുവിന് ഗർഭശായി വിഷ്ണു എന്ന് പറയുന്നത്. ഗർഭോദകത്തിൽ ശയിക്കുന്ന, ഓരോ പ്രപഞ്ചത്തിനകത്തും ശയിക്കുന്ന നാഭിയിൽ താമരപ്പൂവുള്ള ബ്രഹ്മാവിനെ സൃഷ്ടിച്ച വിഷ്ണുവിനെ പറയുന്ന പേരാണ് ഗർഭോദകശായി വിഷ്ണു എന്ന് പറയുന്നത്. ഗർഭോദകശായി വിഷ്ണുവിന്റെ നാഭിയിൽ മാത്രമേ താമരപ്പൂവുള്ളൂ. ഗർഭോദകശായി വിഷ്ണുവിൽ നിന്നാണ് ബ്രഹ്മാവ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. ആ ഗർഭോദകശായി വിഷ്ണുവിനെ കുറിച്ചാണ് രണ്ടാമത്തെ ശ്ലോകത്തിൽ പ്രതിപാദിക്കുന്നത്. മൂന്നാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് ഭഗവാന്റെ വിരാട് രൂപത്തിനെ കുറിച്ചാണ്. ആ ഗർഭോദകശായ വിഷ്ണുവിന്റെ നാഭിയിൽ നിന്ന് ഉയർന്നു വന്ന താമരത്തണ്ടിനകത്താണ് എല്ലാ പ്രപഞ്ചങ്ങളും സ്ഥിതി ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. 14 ലോകങ്ങൾ എന്ന് നമ്മൾ പറയുന്നുണ്ട്. ആ 14 ലോകങ്ങളും സ്ഥിതി ചെയ്യുന്നത് ഗർഭോദകശായ വിഷ്ണുവിന്റെ നാഭിയിൽ നിന്നും ഉയർന്നു വന്നിട്ടുള്ള ആ താമരത്തണ്ടിനകത്താണ്. അതിന്റെ ഏറ്റവും ഉയർന്ന ലോകമാണ് ബ്രഹ്മലോകം. ആ ബ്രഹ്മലോകത്താണ് ബ്രഹ്മാവ് ഇരിക്കുന്നത്. അതിന്റെ താഴോട്ടാണ് ബാക്കി എല്ലാ ലോകങ്ങളും. ആ 14 ലോകങ്ങളും നിറഞ്ഞു നിൽക്കുന്നത് ഭഗവാന്റെ രൂപത്തിലാണ് എന്നാണ് പറയുന്നത്. എല്ലാ ഗ്രഹങ്ങളും, നമ്മൾ ആകാശത്ത് കാണുന്ന എല്ലാ ഗ്രഹങ്ങളും, കാണാത്തതുമായിട്ടുള്ള ഗ്രഹങ്ങളൊക്കെ എല്ലാം എടുത്തു കഴിഞ്ഞാൽ ഭഗവാന്റെ രൂപം നമ്മൾക്ക് കിട്ടുമെന്നാണ് പറയുന്നത്. ആ ഭഗവാന്റെ രൂപത്തിനെയാണ് വിരാട് രൂപം എന്ന് പറയുന്നത്. ആ വിരാട് രൂപത്തിനെ കുറിച്ചാണ് മൂന്നാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. യസ്യാവയവസ്ഥാനേ കൽപ്പിതോ ലോകവിസ്താര തദ്വൈ ഭഗവതോ രൂപം വിശുദ്ധം സുത്തമൂർജിതം. ലോകം മുഴുവൻ വിസ്തരിച്ച് നിൽക്കുന്ന ഭഗവാന്റെ രൂപം, അതിനെ വിരാട് രൂപം എന്നാണ് പറയുന്നത്. അതൊരു സാങ്കല്പിക രൂപമാണ് എന്ന് ഭാവാർത്ഥത്തിൽ ശിലപ്രഭാതർ വിശദീകരിക്കുന്നുണ്ട്. പിന്നീട് നാലാമത്തെ ശ്ലോകത്തിൽ എല്ലാ അവതാരങ്ങളുടെയും ഉറവിടമായിട്ടുള്ള, എല്ലാ ജീവജാലങ്ങളുടെയും ഉറവിടമായിട്ടുള്ള ഭഗവാന്റെ ഗർഭോദകശായി വിഷ്ണുവിനെ കുറിച്ചാണ് പറയുന്നത് അഞ്ചാമത്തെ ശ്ലോകത്തിൽ. നാലാമത്തെ ശ്ലോകത്തിൽ വിരാട് പുരുഷനെ കുറിച്ച് തന്നെയാണ് പറയുന്നത്. ഭഗവാൻ ആയിരക്കണക്കിന് കണ്ണുകളും ആയിരക്കണക്കിന് തലകളും പാദങ്ങളും ഭഗവാൻ ആയിരക്കണക്കിന് ഉദരങ്ങളും എല്ലാം ഉണ്ട് എന്ന് പറയുന്നുണ്ട്. ആ വിശ്വരൂപം ഭഗവത്ഗീതയിൽ പറയുന്നത് പോലെ തന്നെയുള്ള വിശ്വരൂപത്തിനെ കുറിച്ചാണ് നാലാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. അഞ്ചാമത്തെ ശ്ലോകത്തിൽ ഈ പ്രപഞ്ചത്തിലെ എല്ലാ ജീവജാലങ്ങളുടെയും യഥാർത്ഥ ഉറവിടമായിട്ടുള്ള ഗർഭോദകശായി വിഷ്ണുവിനെ കുറിച്ചാണ് പറയുന്നത്. എല്ലാ ജീവജാലങ്ങളും യഥാർത്ഥത്തിൽ ഉത്ഭവിച്ചിട്ടുള്ളത്, ബ്രഹ്മാവ് അടക്കമുള്ള എല്ലാ ജീവജാലങ്ങളും ഉത്ഭവിച്ചിട്ടുള്ളത് ഗർഭോദകശായി വിഷ്ണുവിൽ നിന്നാണ്. യഥാർത്ഥ ഉറവിടം എല്ലാ ജീവജാലങ്ങളുടെയും. ബ്രഹ്മാവ് ആ ജീവജാലങ്ങളെ സൃഷ്ടിക്കുന്നതിനുള്ള ഒരു നിമിത്തം മാത്രമായിട്ട് നിൽക്കുകയാണ് ചെയ്യുന്നത്. അതിന്റെ എല്ലാറ്റിന്റെ ഉറവിടം ഗർഭോദകശായി വിഷ്ണുവാണ് എന്ന് അഞ്ചാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്. ഏതൻ നാനാവതാരാണം നിധാനം ബീജം അവ്യയം യസ്യ അംശാംശേന സൃജ്യന്തേ ദേവതിര്യ നരാദയ. പ്രപഞ്ചത്തിലെ ബഹുവിധ അവതാരങ്ങളുടെ അവ്യയ ബീജവും നിദാനവും ഉദ്ഭവ കേന്ദ്രവും ഈ രൂപമാകുന്നു. ഈ രൂപത്തിന്റെ പൂർണ്ണാംശത്തിന്റെ അംശങ്ങളിൽ നിന്നും ദേവന്മാർ, മനുഷ്യർ തുടങ്ങിയ വ്യത്യസ്തങ്ങളായ ജീവാത്മാക്കൾ രൂപം കൊണ്ടു. ഈ പ്രപഞ്ചത്തിൽ കാണുന്ന എല്ലാ ജീവജാലങ്ങളും ഈ ഗർഭോദകശായി വിഷ്ണുവിന്റെ അംശത്തിന്റെ അംശങ്ങളാണ് എന്ന് പറയും. ഗർഭോദകശായി വിഷ്ണുവിലൂടെയാണ് എല്ലാ ജീവാത്മാക്കളും ഈ ഭൗതിക പ്രപഞ്ചത്തിലേക്ക് പ്രവേശിക്കുന്നത്. അതേപോലെ ഗർഭോദകശായി വിഷ്ണുവിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള അവതാരങ്ങളും ഉത്ഭവിക്കുന്നുണ്ട് എന്ന് പറയും. വ്യത്യസ്ത രീതിയിലുള്ള അവതാരങ്ങൾ, ലീലാവതാരങ്ങൾ, ഗുണാവതാരങ്ങൾ തുടങ്ങി ശക്തിയാവേശാവതാരങ്ങൾ, ഇങ്ങനെയുള്ള വ്യത്യസ്ത അവതാരങ്ങളും ഈ ഗർഭോദകശായി വിഷ്ണുവിൽ നിന്നാണ് വരുന്നത് എന്നാണ് പറയുന്നത്. ഗർഭോദകശായി വിഷ്ണുവിൽ നിന്നാണ് ഗുണാവതാരങ്ങളും ഉണ്ടായിട്ടുള്ളത്. ത്രിമൂർത്തികൾ, ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരൻ എന്ന് പറയുന്ന ഗുണാവതാരങ്ങളും ഗർഭോദകശായി വിഷ്ണുവിന്റെ വിസ്തരണങ്ങൾ.
ഗർഭോദകശായ വിഷ്ണുവിന്റെ വിസ്തരണമാണ് ക്ഷീരോദകശായ വിഷ്ണു. അതേപോലെ ബ്രഹ്മാവ്, മഹാദേവൻ, ഇവരെല്ലാം വരുന്നത് യഥാർത്ഥത്തിൽ ഗർഭോദകശായ വിഷ്ണുവിൽ നിന്നാണ് എന്ന് പറയുന്നു. അതിനുശേഷം ഇത്രയും പുരുഷാവതാരങ്ങളെ കുറിച്ച് പറഞ്ഞു, മഹാവിഷ്ണുവിനെ കുറിച്ചും ഗർഭോദകശായ വിഷ്ണുവിനെ കുറിച്ചും പറഞ്ഞു. ആ ഗർഭോദകശായ വിഷ്ണുവിന്റെ ഒരു വിസ്തരണമാണ് ക്ഷീരോദകശായ വിഷ്ണു എന്നുള്ള കാര്യം പറഞ്ഞു. പിന്നീട് ഗർഭോദകശായ വിഷ്ണുവിൽ നിന്നാണ് എല്ലാ ജീവജാലങ്ങളും പുറത്തേക്ക് വരുന്നത് എന്നുള്ള കാര്യം, എല്ലാ ജീവജാലങ്ങളുടെയും യഥാർത്ഥ ഉറവിടം ഗർഭോദകശായ വിഷ്ണുവാണ് എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ഇനി 6-ാമത്തെ ശ്ലോകം മുതൽ 29-ാമത്തെ ശ്ലോകം വരെ ഭഗവാന്റെ വ്യത്യസ്തമായിട്ടുള്ള അവതാരങ്ങളെ കുറിച്ചാണ് പറയുന്നത്. അതിന്റെ മുന്നേ, അത് പറയുന്നതിന്റെ മുന്നേ ഇപ്പോൾ ഇതുവരെ പറഞ്ഞതിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഹരേ കൃഷ്ണ പ്രഭു. യെസ്, ജലജ മാതാജി പറഞ്ഞു. പ്രഭു, ഈ ഗുണാവതാരം എന്ന് പറയാൻ ബ്രഹ്മ, വിഷ്ണു, മഹേശ്വര. വിഷ്ണു പറയുന്നത് ക്ഷീരോദകശായ വിഷ്ണുവിനെയാണ് പറയുന്നത്. അതെ, വിഷ്ണു എന്ന് ഇവിടെ പറയുന്നത് ക്ഷീരോദകശായ വിഷ്ണു. താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. യെസ്, ഹരേ ഹരേ മാതാജി കൃഷ്ണ. പറഞ്ഞു. ചോദിക്കട്ടെ പ്രഭുജി, ഹരേ കൃഷ്ണ. അപ്പൊ നമ്മള് വിഷ്ണു സഹസ്രനാമൊക്കെ ചൊല്ലുമ്പോ ഏത് വിഷ്ണുവിനെ കുറിച്ചാണ് നമ്മൾ ചൊല്ലുന്നത് എന്ന് പറഞ്ഞുതരാമോ? ഹരേ കൃഷ്ണ. യെസ്, വിഷ്ണു സഹസ്രനാമവും ക്ഷീരോദകശായ വിഷ്ണുവിനെ കുറിച്ചാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ വിഷ്ണുമൂർത്തിമാർ തമ്മിൽ വ്യത്യാസമില്ല. അവർ ഓരോ ഡ്യൂട്ടി ചെയ്യുമ്പോൾ അവർക്ക് വ്യത്യസ്തമായിട്ടുള്ള നാമങ്ങൾ നൽകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. വിഷ്ണു സഹസ്രനാമത്തിൽ നമ്മൾ ക്ഷീരോദകശായ വിഷ്ണുവിനെയാണ് സ്തുതിക്കുന്നത്. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ രുക്മിണി മാതാജി. ഇല്ല, നമ്മൾ ശ്രീരംഗത്തിലുള്ള ഏത് വിഷ്ണുവാ? ശ്രീരംഗത്തിലുള്ള ശ്രീരംഗത്തിൽ ഭഗവാന്റെ നാഭിയിൽ പത്മമുള്ള വിഷ്ണുവാണ്. നാഭിയിൽ ഇല്ലല്ലോ, ഉണ്ടോ? ഇല്ല ശ്രീരംഗത്തില്. യെസ്, അത് നോക്കണം മാതാജി. നാഭിയിൽ പത്മമുള്ള വിഷ്ണുവാണെങ്കിൽ ഗർഭോദകശായ വിഷ്ണുവാണ്. ഓ, പത്മം ഉള്ളതാണെങ്കിൽ ഗർഭവസായ വിഷ്ണു. ഓ, നമ്മൾ തിരുവനന്തപുരത്തുള്ളത് ഗർഭോദകശായ വിഷ്ണുവാണ്. പത്മനാഭസ്വാമി. പത്മനാഭസ്വാമി. ഹരേ കൃഷ്ണ പ്രഭു. പ്രഭു ആദ്യം പറഞ്ഞതില് 35 മുതൽ 39 വരെ എന്താണ് പ്രഭു? കേട്ടില്ലായിരുന്നു, ക്ഷമിക്കണം. 1 മുതൽ 5 ഭഗവാന്റെ പുരുഷാവതാരങ്ങൾ, അങ്ങനെ 35 മുതൽ 39 വരെ എന്താണ് പ്രഭു പറഞ്ഞത്? 35 മുതൽ 39 വരെ എങ്ങനെയാണ് ഭഗവാനെ മനസ്സിലാക്കേണ്ടത്, ഭാഗവതം മനസ്സിലാക്കേണ്ടത്, എങ്ങനെയാണ് ഭഗവാനെ മനസ്സിലാക്കേണ്ടത്, അതിനുള്ള പദ്ധതി എന്താണ് എന്ന് പറയുന്നു. ഹരേ കൃഷ്ണ പ്രഭു. താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ പ്രഭുജി. പ്രഭുജി, പിന്നെ ഭാഗവതത്തിന്റെ ഭാഷ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഏതെങ്കിലും ഒരു ശ്ലോകം അറിയുന്നുണ്ടോ? അപ്പൊ പ്രഭുജി നേരത്തെ അങ്ങനെ പറഞ്ഞപ്പോ ഏതേച്ചാംശ അങ്ങനെ ഭാഗവതം മുഴുവനായിട്ട് ഉൾക്കൊള്ളുന്ന അങ്ങനെ ഒരു ശ്ലോകം ഉണ്ട് പ്രഭുജി. ഹരേ കൃഷ്ണ. ഭാഗവതം മുഴുവനായി ഉൾക്കൊള്ളുന്നത് ചതുശ്ലോകി ഭാഗവതത്തിലാണ് എന്ന് പറയുന്നത്. അത് ഒരു ശ്ലോകമല്ല, 2ാമത്തെ കാൻഡോയിലാണ് അത് വരുന്നത്. ഭാഗവതത്തിന്റെ ഭാഷ്യം എന്ന് പറഞ്ഞിട്ട് അറിയില്ല, നോക്കാം. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ പ്രഭുജി. പ്രഭുജി, മഹത്തത്വത്തിനെ കുറിച്ചിട്ടൊന്ന് വിശദീകരിക്കും. മഹത്തത്വം എന്ന് പറയുന്നത് നമ്മുടെ ഈ ഭൗതിക പ്രപഞ്ചത്തിന്റെ സ്റ്റോക്ക് മാറ്റർ ആണ്. അതായത് ഭൗതിക പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളും ഉൾക്കൊള്ളുന്ന ഭാഗത്തിനെയാണ് മഹത്തത്വം എന്ന് പറയുന്നത്. ആ മഹത്തത്വത്തിനകത്താണ് നമ്മളൊക്കെ ഇരിക്കുന്നത്, ഈ മുഴുവൻ പ്രപഞ്ചവും ഇരിക്കുന്നത്. അതിന് ഒരു ഉദാഹരണമായിട്ട് ശ്രീല പ്രഭാതർ പറയുന്നത്, ഒരു തെളിഞ്ഞ ആകാശം, ഒരു മുഴുവൻ ആകാശം, ആ മുഴുവൻ ആകാശം എടുത്തു കഴിഞ്ഞാൽ അത് മുഴുവൻ ലോകങ്ങളായിട്ട് നമ്മൾക്ക് എടുക്കാൻ സാധിക്കും. എല്ലാ ലോകവും, ആത്മീയ ലോകവും ഭൗതിക ലോകവും ഒക്കെ ഉൾക്കൊള്ളുന്ന പ്രദേശം. അതില് ആ ആകാശത്തിന്റെ ഒരു ഭാഗത്ത് ഒരു കാർമേഘം, ആ കാർമേഘം
മഹത്വത്തിനകത്താണ് എല്ലാ ഭൗതിക പ്രപഞ്ചം ഇരിക്കുന്നത്. അപ്പം മൊത്തം സൃഷ്ടി എടുത്തു നോക്കുകയാണെങ്കിൽ ഈ മുഴുവൻ ഭൗതിക ലോകം എന്ന് പറയുന്നത് ആ മൊത്തം ലോകത്തിന്റെ ഒരു ഭാഗം മാത്രമാണ്. ആ കാർമേഘത്തിനകത്ത് എന്താണ് ഇരിക്കുന്നത്? ആ കാർമേഘത്തിനകത്താണ് ഈ ഭൗതിക ലോകത്തിനെ സൃഷ്ടിക്കാനുള്ള എല്ലാ വസ്തുക്കളും. ഇപ്പോൾ പറഞ്ഞു 16 ഘടകങ്ങൾ എന്ന് പറഞ്ഞു. അതേതൊക്കെയാണ്? 5 ഇന്ദ്രിയങ്ങൾ, 5 കർമ്മേന്ദ്രിയങ്ങൾ, 5 ജ്ഞാനേന്ദ്രിയങ്ങൾ, മനസ്സ്, അതേപോലെ ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം. ഇതിന്റെ ഒക്കെ സ്റ്റോക്ക് മാറ്റർ, അതായത് ഇതിന്റെ ഒക്കെ അവ്യക്തമായിട്ടുള്ള രൂപം ആ മേഘത്തിനകത്താണ് ഇരിക്കുന്നത്, മഹത്തത്വത്തിനകത്താണ് ഇരിക്കുന്നത്. അപ്പം മഴയുടെ അവ്യക്ത രൂപം മേഘത്തിനകത്താണ് ഇരിക്കുന്നതെന്ന് നമുക്ക് പറയാൻ സാധിക്കും, അല്ലെ? മേഘത്തിനകത്ത് മഴത്തുള്ളികളുണ്ട്, പക്ഷെ മഴത്തുള്ളികളായിട്ട് വന്നിട്ടില്ല, അതിന്റെ മുന്നേയുള്ള രൂപം. അതേപോലെ ഈ ഭൗതിക പ്രപഞ്ചം ഇന്ന് കാണുന്ന രൂപത്തിൽ വരുന്നതിന്റെ മുന്നേയുള്ള രൂപമാണ് മഹത്തത്വം എന്ന് പറയുന്നത്. ആ മഹത്തത്വത്തിന്റെ വിസ്തരണമാണ് നമ്മൾ വ്യക്തമായിട്ട് കാണുന്ന ഭൂമി, ജലം, വായു, അഗ്നി, ആകാശം, അതേപോലെ മനസ്സ്, ബുദ്ധി, അഹങ്കാരം, പിന്നെ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങള്, 5 ജ്ഞാനേന്ദ്രിയങ്ങൾ. ഇതൊക്കെ മഹത്തത്വത്തിൽ നിന്നും സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളതാണ്. മൊത്തം സ്റ്റോക്ക് മാറ്ററിനെയാണ് മഹത്തത്വം എന്ന് പറയുന്നത്. ഓക്കെ, ഹരേ കൃഷ്ണ പ്രഭുജി, താങ്ക് യു. ഹരേ കൃഷ്ണ പ്രഭുജി. അപ്പൊ പ്രകടമാവാത്ത അവസ്ഥയാണോ മഹത്വത്വം? യെസ്, പ്രകടമാവാത്ത മഹത്വത്വത്തിന്റെ അവസ്ഥയ്ക്ക് മറ്റൊരു പേര് പറയുന്നുണ്ട്, പ്രധാന എന്ന് പറയുന്നത്. അവ്യക്തമായിട്ടുള്ള രൂപത്തിൽ പ്രകടമായി കഴിഞ്ഞാൽ അതിന് മഹത്വത്വം എന്ന് പറയും. ഹരേ കൃഷ്ണ. അപ്പൊ ഈ മഹത്തത്വം കാർമേഘം പോലെയാണെങ്കിൽ മറ്റു തെളിഞ്ഞ ആകാശം എന്താണ്? തെളിഞ്ഞ ആകാശം ആത്മീയ ലോകങ്ങളാണ്, മുഴുവൻ വൈകുണ്ഠ ലോകങ്ങൾ. മുഴുവൻ വൈകുണ്ഠ ലോകങ്ങളുടെ ഒരു ഭാഗം മാത്രമേ ഭൗതിക ലോകമുള്ളൂ. ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്, അല്ലെ? ഭഗവത്ഗീതയിൽ വിഭൂതി യോഗത്തിന്റെ അവസാന ശ്ലോകത്തിൽ പറയുന്നുണ്ട്. എന്താണ് പറയുന്നത്? അഥവാ ബഹുനൈതേന കിം ജ്ഞാതേന തവാർജുന വിഷ്ടഭ്യാം ഇതം കൃഷ്ണം ഏകാംശേന സ്ഥിതോ ജഗത്ത്. ഈ മുഴുവൻ ജഗത്ത്, ഈ മുഴുവൻ ഭൗതിക ലോകം ഒരു ഏകാംശം, മുഴുവൻ ലോകത്തിന്റെ ഒരു ഭാഗത്ത് മാത്രമാണ് സ്ഥിതി ചെയ്യുന്നത്. അതിനെ സംരക്ഷിക്കുന്നതും ഭഗവാന്റെ ഒരു അംശം മാത്രമാണ് എന്ന് പറയും. ആ അംശമാണ് മഹാവിഷ്ണു എന്ന് പറയുന്നത്. അപ്പൊ ആത്മീയ ലോകമാണ് പ്രഭുജി കൂടുതൽ, അല്ലേ? അതെ, ആത്മീയ ലോകമാണ് കൂടുതൽ. അതുകൊണ്ടാണ് ആത്മീയ ലോകത്തിനെ ത്രിപാദ് വിഭൂതി എന്ന് പറയുന്നത്. ത്രിപാദ് വിഭൂതി, 3/4 ഭാഗവും ആത്മീയ ലോകമാണ്. ഏകപാദ് വിഭൂതി മാത്രമേ ഭൗതിക ലോകമുള്ളൂ, അല്ലെ? അതിന്റെ ഉദാഹരണം ചില പ്രഭുപാദർ പറയുന്നത്, ജയിലിലുള്ള ജനസംഖ്യ വളരെ കുറവായിരിക്കും, ജയിലിലുള്ള ആളുകൾ. ബാക്കി കൂടുതൽ ആളുകൾ എവിടെയാണ്? പുറത്താണുള്ളത്, അല്ലെ? അപ്പം ഭഗവാനെ അനുസരിക്കാത്ത ആളുകൾ മാത്രമാണ് ഇവിടെ ഈ ഭൗതിക ലോകത്തുള്ളത്. ഭഗവാനെ അനുസരിച്ച് ഭഗവാന്റെ ഭക്തി ചെയ്യുന്ന എല്ലാവരും പുറത്താണുള്ളത്. അപ്പൊ അങ്ങോട്ട് ചെല്ലുന്നതിനെയാണ് മുക്തി എന്ന് പറയുന്നത്. ജയിൽ മോചിതനായി എന്ന് പറയുന്നത്, അതിനാണ് മുക്തി എന്ന് പറയുന്നത്. ആ വാക്കൊന്നുകൂടെ പറയാമോ പ്രഭുജി? ത്രിപാദ് വിഭൂതി എന്ന് പറയുന്നത്. ത്രിപാദ് വിഭൂതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3/4 ഭാഗം. ഏകപാദ് വിഭൂതി എന്ന് പറയുന്നത് 1/4 ഭാഗം. 1/4 ഭാഗമാണ് ഭൗതിക ലോകം എന്ന് പറയുന്നത്. ഹരേ കൃഷ്ണ പ്രഭുജി. മഹത്വത്തിന് സിമ്പിൾ ആയ ഒരു ഉദാഹരണം പറഞ്ഞുതരാൻ പറ്റുമോ പ്രഭുജി? മഹത്വത്തിന്റെ സിമ്പിൾ ആയിട്ടുള്ള ഉദാഹരണമാണ് തെളിഞ്ഞ ആകാശത്ത് നിൽക്കുന്ന കാർമേഘം. നമ്മൾക്ക് പ്രത്യക്ഷത്തിൽ കാണാൻ സാധിക്കുന്ന ഒരു ഉദാഹരണമാണ്. ആ കാർമേഘത്തിൽ നിന്ന് പറഞ്ഞു. പ്രഭുജി, കഴിഞ്ഞ പ്രാവശ്യം ഒരു നമ്മള് എന്തെങ്കിലും ഫുഡ്, സാമ്പാറോ വല്ലതും ഉണ്ടാക്കണതിനെ പറ്റി ഇതുമാതിരി പറഞ്ഞു, അതും പറയാം. യെസ്, സ്റ്റോക്ക് മാറ്റർ. നമ്മള് കിച്ചണിൽ കുക്ക് ചെയ്യുന്ന സമയത്ത് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് ഐറ്റംസ് നമ്മൾക്ക് ഉണ്ടാക്കണം, അല്ലെ? ദോശ, ഇഡ്ഡലി, സാമ്പാർ,
അതേപോലെ ചോറ്, കറികൾ ഇതൊക്കെ ഉണ്ടാക്കണം. അപ്പൊ നമ്മൾ ആ സാധനങ്ങളൊക്കെ എവിടെ നിന്നാണ് വാങ്ങുന്നത്? കടയിൽ നിന്നാണ് വാങ്ങുന്നത്. അപ്പൊ കടയിൽ എല്ലാ വസ്തുക്കളുടെയും ഒരു പൂർവ്വരൂപം ഇരിക്കുന്നുണ്ടാവും. അരി നമ്മൾ വാങ്ങിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് എന്തുണ്ടാക്കാം? ഇഡ്ഡലി ഉണ്ടാക്കാം, ദോശ ഉണ്ടാക്കാം, പുട്ടുണ്ടാക്കാം, ഇങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ടാക്കാൻ പറ്റും. അപ്പം ഇതിന്റെയൊക്കെ സ്റ്റോക്ക് മാറ്ററാണ് ഈ മഹത്തത്വം എന്ന് പറയുന്നത്. ആ മഹത്തത്വത്തിലെ ഘടകങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഈ ഭൗതിക ലോകത്തിലുള്ള എല്ലാ വസ്തുക്കളും സൃഷ്ടിക്കപ്പെട്ടുള്ളത്. അതുകൊണ്ടാണ് മഹത്തത്വത്തിനെ സ്റ്റോക്ക് മാറ്റർ എന്ന് പറയുന്നത്, അതായത് ആദിമ രൂപം എന്ന് പറയുന്നത്. ഹരേ കൃഷ്ണ പ്രഭുജി, ആ കാർമേഘത്തിന്റെ അതിൽ ആ മഴയുടെ ഒരു ഭാഗം പറഞ്ഞു നിർത്തിയില്ല, അതൊന്ന് കംപ്ലീറ്റ് ചെയ്യോ പ്രഭുജി? ഹരേ കൃഷ്ണ. യെസ്, അതായത് കാർമേഘത്തിനകത്ത് നമ്മൾക്ക് മഴ കാണാൻ സാധിക്കുന്നില്ല. മഴയുടെ അവ്യക്ത രൂപമാണ്, മഴയുടെ പൂർവ്വരൂപമാണ് കാർമേഘത്തിനകത്തിരിക്കുന്നത്. പക്ഷെ കാർമേഘത്തിൽ എന്തുണ്ട്? ജലമുണ്ട്, തുള്ളികളായിട്ട് വരുന്നതേ. അതേപോലെ കാർമേഘത്തിനകത്ത് ഇടിയും മിന്നലും എല്ലാം ഉണ്ട്, ശബ്ദമുണ്ട്, പ്രകാശമുണ്ട്. അതേപോലെ ഈ മഹത്തത്വത്തിനകത്ത് എല്ലാത്തിന്റെയും പൂർവ്വരൂപമുണ്ട്. നമ്മളിവിടെ കാണുന്ന 24 ഘടകങ്ങൾ ഈ ഭൗതിക ലോകത്തുണ്ട് എന്നാണ് പറയുന്നത്. അതിന്റെ എല്ലാം പൂർവ്വരൂപം നമ്മൾക്ക് മഹത്തത്വത്തിൽ കാണാൻ സാധിക്കും. അതല്ല പ്രഭുജി, അപ്പൊ അവിടെ പ്രകടമായി വരുന്നത് മഴത്തുള്ളി ആയിട്ടാണല്ലോ. അപ്പൊ അത് ഞാൻ ചോദിച്ച, അപ്രകടമാവാത്ത അവസ്ഥ ആണോ? പ്രകടമാവാത്ത അവസ്ഥ? യെസ്, മഹത്തത്വം തന്നെ. മഹത്തത്വം തീരെ പ്രകടമാവാത്ത ഈ ഭൗതിക ഊർജമായിട്ട് ഇരിക്കുന്ന സമയത്തിനാണ് അതിനെ പ്രധാന എന്ന് വിളിക്കുന്നത്. ആ പ്രധാനയിൽ ഭഗവാന്റെ വീക്ഷണം ഉണ്ടാകുന്നു. ഭഗവാൻ മഹാവിഷ്ണുവിന്റെ നോട്ടം ഉണ്ടാകുന്ന സമയത്ത് അവിടെ കാലം പ്രവർത്തനം ആരംഭിക്കും. സമയത്തിന്റെ പ്രവർത്തനം കൊണ്ടാണ് ത്രിഗുണങ്ങൾ രൂപം കൊള്ളുന്നത്. സത്വരജസ്തമോ ഗുണങ്ങൾ ഉണ്ടാകുന്നു. ആ സത്വരജസ്തമോ ഗുണങ്ങളുടെ പ്രവർത്തനം കൊണ്ടാണ് വ്യത്യസ്ത ഘടകങ്ങൾ രൂപം കൊള്ളുന്നതായിട്ട് വിശദീകരിക്കുന്നത്. അത് വിശദമായിട്ട് 2ാമത്തെ സ്കന്ധത്തിൽ നമ്മൾക്ക് കാണാൻ സാധിക്കും. ഓരോ ഗുണത്തിൽ നിന്നും ഏതെല്ലാം ഘടകങ്ങളാണ് ഉണ്ടായത്, അതൊക്കെ വിശദമായിട്ട് അവിടെ പറയുന്നുണ്ട്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. പ്രഭുജി, ഹരേ ഇത് കൃഷ്ണ. റെക്കോർഡ് ഉണ്ടാവോ? ഹരേ കൃഷ്ണ. എനിക്കിപ്പോ ഒരു ചെറിയ സംശയമാണ് കേട്ടോ. നമ്മള് ഇത്രയൊക്കെ വിസ്തരിച്ചിട്ട് ഭാഗവത്തില് ഇങ്ങനെ പറഞ്ഞിട്ടും എന്തുകൊണ്ടാണ് നമ്മളെ ഈ ആചാര്യന്മാർ ഭഗവാൻ കൃഷ്ണനാണ് പരമപുരുഷനുള്ളത് നമ്മളതിനെ ഭാഗവതത്തിൽ കൂടെ ഭഗവതരുടെ പുസ്തകങ്ങളല്ലാണ്ട് നമ്മളെ പ്രഭാഷണങ്ങളിലൊന്നും കേട്ടില്ല കേട്ടോ. അല്ല, നമ്മളെ ഭക്തിയിൽ നിന്ന് വിട്ടു നിൽക്കാനുള്ള ഒരു അവസരമായി പൊതുവെ. അതുകൊണ്ട് ശരിക്കും അങ്ങനെ തോന്നുകയാണ് കേട്ടോ. യെസ്, അത് നമ്മളെ ഗുരുപരമ്പരയിലൂടെ പഠിക്കാത്തത് കൊണ്ടാണ്. ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്, ഭഗവാനെ കുറിച്ച് നമ്മൾ കേൾക്കേണ്ടത് ഏവം പരമ്പരാപ്രാപ്തം. ഭഗവാനെ കുറിച്ചുള്ള ജ്ഞാനം സ്വീകരിക്കേണ്ടത് ആധികാരികമായിട്ടുള്ള വ്യാസദേവനിൽ നിന്നും ആരംഭിക്കുന്ന, അല്ലെങ്കിൽ മഹാജനങ്ങളിൽ നിന്നും ആരംഭിക്കുന്ന ഗുരുപരമ്പരയിൽ നിന്ന് തന്നെയാണ് നമ്മൾ കേൾക്കേണ്ടത്. അത് ഭാഗവതത്തിന് ഇപ്പൊ നമ്മൾ ഭാഗവത് വിസ്തരിച്ച് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമ്മളെ ഈ ഭാഗവത ആചാര്യന്മാരൊന്നും അത് നമ്മളതിനെ പറഞ്ഞ് മനസ്സിലാക്കിച്ചില്ല എന്ന അങ്ങനെ ഒരു ഇതുണ്ടോ? അല്ല, അങ്ങനെയൊക്കെ ഇപ്പൊ നമ്മള് പ്രബോധന ബുക്കുകളിൽ നിന്നാണ്, അല്ലെങ്കിൽ നമ്മളുടെ സ്കൂളിൽ നിന്ന് വരുന്ന പ്രഭാഷണങ്ങളിൽ നിന്ന് കൂടാണ്ട് മറ്റാരും ഇങ്ങനെ വിസ്തരിച്ച് ഭഗവാനെ കുറിച്ചിട്ട് പറയണില്ല എന്നാണ് എനിക്ക് അങ്ങനെ. അതെ, അതാണ് ഗുരുപരമ്പരയുടെ പ്രാധാന്യം. ഗുരുപരമ്പരയിലൂടെ ശരിക്കും പറഞ്ഞാൽ അത് നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരു അവസരം നഷ്ടപ്പെടുക കൂടിയാണ് എന്നാണ്. അങ്ങനെയല്ലേ? അങ്ങനെ തോന്നുന്നു. ഗുരുപരമ്പരയിലൂടെ ശ്രവിച്ചിട്ടില്ലെങ്കിൽ ഈ ധർമ്മം നഷ്ടമാകുമെന്ന് ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്. അല്ലെ? എവം പരമ്പരാപ്രാപ്തം ഇമം രാജർഷിയോ വിദു സ കാലേനേഹ മഹതാ യോഗോ നഷ്ട പരന്തപ. കൃത്യമായിട്ടുള്ള ഗുരുപരമ്പര സിസ്റ്റത്തിലൂടെ നമ്മൾ പഠിച്ചിട്ടില്ലെങ്കിൽ ഈ ധർമ്മം നഷ്ടമായി പോകുമെന്നും ഭഗവാൻ അവിടെ പറയുന്നു. ഗുരുപരമ്പരയിലൂടെ ശ്രവിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അതിപ്പോ നമ്മുടെ സ്കൂളിലല്ലെങ്കിൽ, ഇപ്പൊ സ്കൂളിൽ കൂടെ അല്ലെങ്കിൽ അങ്ങനെയാണ് വന്നുകൊണ്ടിരിക്കുന്നത് എന്നും കൂടി തോന്നണം എനിക്ക്. യെസ്, അത് വ്യക്തമാണ്.
ഒരുപാട് നമ്മൾ ഈ പ്രഭാഷണങ്ങളും അതുപോലെ തന്നെ നമ്മൾ ഭാഗവത സപ്താഹങ്ങളൊക്കെ കേട്ടിട്ടും നമ്മൾ ഇത്രയും ഭാഗവതത്തിൽ ഇത്രയും വിസ്തരിച്ച് പറഞ്ഞിട്ടും നമ്മൾ പ്രവചിക്കുന്ന പോലെ ആരും പ്രവചിച്ചിട്ടില്ല ഇതുവരെ കേട്ടിട്ടില്ല. ഒരുപാട് വായന കേട്ടിട്ടുണ്ട്. പക്ഷെ അതൊരു നമുക്കൊരു ഭയങ്കര നഷ്ടമായി ശരിക്കും പറഞ്ഞാൽ. അങ്ങനെ ഇപ്പൊ നമ്മളിപ്പോ അവസാന സമയത്താണ് അങ്ങനെയും കൂടി മനസ്സിലാക്കണേ നമുക്ക്. യെസ്, അതാണ് ശ്രീലപ്രഭാതരുടെ പ്രാധാന്യം അല്ലെ. ശ്രീലപ്രഭാതർ അത്രയ്ക്കും ഒതന്റിക് ആയിട്ടുള്ള ഗുരുപരമ്പരയിൽ നിന്നും പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് ശ്രീലപ്രഭാതർ എഴുതിയിട്ടുള്ള ഭഗവത്ഗീത യഥാരൂപം എന്ന് പറയുന്നത്. കൃത്യമായിട്ടുള്ള ഗുരുപരമ്പരയിലൂടെ വന്നിട്ടുണ്ട്. മറ്റുള്ളത് വ്യാഖ്യാനങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. വ്യാഖ്യാനങ്ങൾ പഠിക്കുമ്പോൾ ഓരോരുത്തരുടെയും മനസ്സിലുള്ള ഊഹാപോഹങ്ങളാണ് അവർ പറയുന്നത്. ഇങ്ങനെയായിരിക്കാം, അങ്ങനെയായിരിക്കാം. കുരുക്ഷേത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മുടെ മനസ്സാണ് അല്ലെങ്കിൽ ശരീരമാണ്. അത് വ്യാഖ്യാനങ്ങളാണ്. പക്ഷേ ശിലപ്രഭാതരിൽ നിന്ന് നമ്മൾക്ക് കിട്ടുന്നത് കൃത്യമായിട്ടുള്ള ആധികാരികമായിട്ടുള്ള ഗുരുപരമ്പരയിൽ നിന്നുള്ള ജ്ഞാനമാണ്. അത് നമ്മൾക്ക് അത്രയും അതേപടി നമ്മൾക്ക് സ്വീകരിക്കാൻ സാധിക്കും. ഓക്കെ, യെസ്. അപ്പോൾ ഇപ്പോൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ പുരുഷാവതാരങ്ങളെ കുറിച്ചാണ്. 5-ാമത്തെ ശ്ലോകം വരെ. 6-ാമത്തെ ശ്ലോകം മുതൽ 29-ാമത്തെ ശ്ലോകം വരെ ഭഗവാന്റെ 22 അവതാരങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. അതിനുശേഷം പറയുന്നു, 26-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട് ഭഗവാന്റെ അവതാരങ്ങൾക്ക് എണ്ണമില്ല, എല്ലാ അവതാരങ്ങളെ കുറിച്ചും പറഞ്ഞിട്ടില്ല എന്നുള്ള കാര്യം സുധഗോസ്വാമി 26-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്. അവതാരാഹി അസംഖ്യേയ ഹരേ സത്വനിധേർദിച്ച യഥാവിദാസിന കുല്യ സരസ സ്യു സഹസ്രശ എന്നത്. നമുക്ക് അതിലോരോ അവതാരങ്ങളെ കുറിച്ച് നോക്കാം. സമയമായി തോന്നുന്നില്ല, 26, 21, 26ആയി. അപ്പൊ നമുക്കത് അടുത്ത ദിവസം എടുക്കാം. വേറെ എന്തെങ്കിലും സംശയങ്ങളുണ്ടോ? ഹരേഷ്ണ പ്രഭുജി, ഇതിന്റെ റെക്കോർഡ് കിട്ടുമോ? ഞാൻ കുറച്ച് ലേറ്റ് ആയി കയറിയപ്പോ. റെക്കോർഡ് ഉണ്ടാവും അത്.